നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയമായിരുന്നു കോവിഡ് കാലം. പരിശോധനകളും നിബന്ധനകളും അടച്ചിടലും എന്നുവേണ്ട രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഇതെല്ലാം പ്രവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും കോവിഡ് ഭീതി വന്നെത്തിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പടരുന്ന ഒമിക്രോൺ വകഭേദങ്ങൾ രാജ്യത്ത് സ്ഥിരീകരിച്ചതിന് പിന്നാലെ നിരീക്ഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. പ്രതിരോധ നടപടികളുടെ ആദ്യപടിയായി തന്നെ വിമാനത്താവളങ്ങളിൽ റാൻഡം പരിശോധന ഏർപ്പെടുത്തി കഴിഞ്ഞു. അതായത് വിദേശത്ത് നിന്നെത്തുന്നവരുൾപ്പെടെ ഇനി പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും. വിദേശത്ത് നിന്ന് എത്തുന്ന യാത്രക്കാരിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. വിദേശത്ത് നിന്നെത്തുന്നവരിൽ യാത്രക്കാരുടെ സംഘത്തിൽ നിന്ന് ചിലരെ പരിശോധിച്ച് ആർക്കെങ്കിലും കോവിഡ് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി പരിശോധിക്കുകയും നിരീക്ഷണത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം കടന്നിരിക്കുന്നത്. രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിനെ തുടർന്നാണ് നടപടി. വിദേശത്ത് നിന്നും വരുന്നവരിലൂടെ രോഗം പകരുന്നത് തടയുന്നതിന് വിമാനത്താവളങ്ങളിലും മറ്റ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. ജാഗ്രത തുടരണം, നിരീക്ഷണം ശക്തമാക്കണമെന്നുമാണ് അടിയന്തര യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത്. വിമാനത്താവളത്തിൽ പരിശോധന ആരംഭിച്ചെങ്കിലും രാജ്യാന്തര യാത്രയ്ക്കുള്ള എയർ സുവിധാ ഫോം തൽക്കാലം തിരിച്ചു കൊണ്ടുവരില്ല. വിമാനത്താവളങ്ങളിലെ പരിശോധനാ ഫലം ആദ്യം വിലയിരുത്തും. ഇതിനുശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. ഉത്സവ സമയങ്ങളിൽ ജാഗ്രതയ്ക്ക് വീണ്ടും നിർദ്ദേശം നൽകും. വിദേശ രാജ്യങ്ങളിൽ വ്യാപിക്കുന്ന ഒമിക്രോണിന്റെ BF7, BF12 എന്നീ ഉപവകഭേദങ്ങളാണ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചത്. നിലവിൽ 4 BF7 പോസിറ്റീവ് കേസുകളാണ് രാജ്യത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗുജറാത്തിലും ഒഡീഷയിലുമാണ് ചൈനീസ് വകഭേദം സ്ഥിരീകരിച്ചത്. ഗുജറാത്തിൽ രോഗം സ്ഥിരീകരിച്ച 2 പേർക്കും അസുഖം ഭേദമായെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിവേഗ വ്യാപനമാണ് ഈ വകഭേദത്തിന്റെ പ്രത്യേകതയെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. പനി, ചുമ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതേ വകഭേദം യൂറോപ്യൻ രാജ്യങ്ങളിലും US, UK എന്നിവിടങ്ങളിലും സ്ഥിരീകരിച്ചിരുന്നു. രോഗം സ്ഥിരീകരിക്കുന്നവരുടെ സാമ്പിളുകൾ വൈകാതെ ജനിതക ശ്രേണീകരണത്തിനായി അയക്കാനും നിർദ്ദേശമുണ്ട്. നിയന്ത്രണം ഇനി കടുപ്പിക്കുകയാണോ എന്നതിൽ തീരുമാനമെടുക്കുക BF7ന്റെ വ്യാപനം നിരീക്ഷിച്ച ശേഷമായിരിക്കും. അടുത്തയാഴ്ച ആരോഗ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെ യോഗവും ചേരും. BF7ന്റെ വ്യാപനം നിരീക്ഷിച്ച ശേഷമായിരിക്കും നിയന്ത്രണം ഇനി കടുപ്പിക്കണോ എന്നതിൽ തീരുമാനമെടുക്കുക. വാക്സിൻ ബൂസ്റ്റർ ഡോസ് വിതരണം വേഗത്തിലാക്കാനും ആവശ്യപ്പെട്ടു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ കോവിഡ് ഉപവകഭേദത്തിന്റെ സാന്നിധ്യം സംസ്ഥാനത്ത് ഉണ്ടോ എന്ന് നേരത്തെ തന്നെ തിരിച്ചറിയുന്നതിന് ജനിതക ശ്രേണീകരണം ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ സൗകര്യം കൂട്ടാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രി ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയത്. എന്നാലും നാട്ടിലേക്ക് പുറപ്പെടാനിരിക്കുന്ന പ്രവാസികൾ അധികൃതരുടെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.